രാഹുൽ ഗാന്ധിയാണ് തന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞതിന് പ്രതിഷ്ഠിത വരനെ ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എക്സ് ഹാൻഡില് ആരുഹി റെഡ്ഡി എന്ന് പറയുന്ന കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടേത് എന്ന് പറയുന്ന ഒരു ഹാൻഡിലിൽ നിന്നാണ് ഇങ്ങനെ വൈറലായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നത്. ഈ പോസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്കൊരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുണ്ട്. അപ്പം ഈ പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമാണോ, ഇതൊരു ഒറിജിനൽ ഐഡിയ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഇനിയും വെരിഫൈ ചെയ്യാനുണ്ട്. എനിവേയ്സ്, ഈ സാധനം ഇങ്ങനെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആരുഹി റെഡ്ഡി എന്ന് പറയുന്ന പെൺകുട്ടി അവർ പങ്കുവെച്ച പോസ്റ്റിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പോൾ ആ കല്യാണാലോചന വന്നപ്പം ആ ചെറുക്കന് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അയാൾക്ക് 40+ സംതിങ് 40 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ട്. എല്ലാം കൊണ്ടും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എടുത്ത് പരിശോധിച്ചപ്പം അതിനകത്ത് രാഹുൽ ഗാന്ധിയാണ് റോൾ മോഡൽ എന്ന് എഴുതി വെച്ചത് കണ്ടിട്ട് പെൺകുട്ടി അയാളെ റിജക്റ്റ് ചെയ്തത്രേ. എന്നിട്ട് ഈ പെൺകുട്ടി ഇവരുടെ ഹാൻഡിലിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുള്ള അവസാനത്തെ വരി എന്ന് പറയുന്നത്, ഒരു പ്രൗഡ് നാഷണലിസ്റ്റ് ഹിന്ദു എന്ന് പറയുന്ന നിലയ്ക്ക് എനിക്കൊരിക്കലും ഇദ്ദേഹത്തിനെ പോലെ ഒരു ലൂസറിനെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളിനെ വരനായിട്ട് പാർട്ട്ണറായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ആ പെൺകുട്ടിയുടെ പോസ്റ്റിൽ എഴുതിയിട്ടുള്ള വരിയാണ്, എൻ്റെ ഒപ്പീനിയൻ അല്ല. എനിവേയ്സ്, ഈ ഒപ്പീനിയനും ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയും കാണുന്ന സമയത്ത് നമുക്ക് ഇദ്ദേഹത്തിനെ പറ്റി, അഥവാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ലീഡർ ഓഫ് ഓപ്പോസിഷനെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ലീഡറിനെ കുറിച്ച്, ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് ചില പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ഒക്കെ പറയാനായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു 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 വീക്ക് പൊളിറ്റീഷ്യൻ ആണ് എന്ന് ആളുകൾ വിലയിരുത്തുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റോൾ മോഡലിനെ ഒരാളിനെ റോൾ മോഡലായിട്ട് എടുക്കുന്ന സമയത്ത് അയാളുടെ ക്വാളിറ്റീസും അയാൾക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പം ഞാൻ ഇതുവരെ രാഹുൽ ഗാന്ധിയെ ഒബ്സർവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇദ്ദേഹം ഒരു നല്ല ആക്ടിവിസ്റ്റാണ്. ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭാവി പ്രധാനമന്ത്രിയായിട്ട് കാണാൻ പറ്റുന്ന ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ട്സ് ആണ്. ഇപ്പം ഈ അടുത്തുണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ എല്ലാ ഉന്നത പദവിയിലിരിക്കുന്ന പൊളിറ്റീഷ്യൻസും കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ തന്നെ പെരുമാറ്റമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്ത് നമ്മുടെ ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതുമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഫോറിൻ പോളിസി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിനകത്തോട്ട് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലോണിയുടെ പേരൊക്കെ വലിച്ചടക്കുകയും അങ്ങനെ അത് അതിഭീകരമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിലോട്ട് നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. LOP എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ അനാവശ്യമായിട്ടുള്ള ഒരു ക്രിറ്റിസിസത്തിലോട്ടുള്ള വഴിയായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അച്ചടക്കം അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മുടെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഓം ബിർള താങ്കളുടെ മൈക്ക് ഓഫ് അല്ല എന്നൊക്കെ വിളിച്ച് പറയുന്നതും, ആ സമയത്ത് മൈക്രോ സെക്കൻഡിൽ ഇദ്ദേഹം ആ മൈക്ക് ഓഫ് ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വന്നാൽ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആളുകൾ കൊടുക്കുന്ന ഒരു വിശ്വാസം ഇല്ലാണ്ടാകും എന്നൊരു പേഴ്സണൽ തോന്നലൊക്കെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇത് 1-2 ഇൻസിഡൻസ്. പാർലമെന്റ് സമ്മേളനങ്ങളും അതിലെ ഉള്ളിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പാർലമെന്റിൽ അത്രയും ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില വേർഡ്സ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇഡിയറ്റ്സ് പോലത്തെ വാക്കുകളൊക്കെ വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കാണുമ്പം പെരുമാറ്റം മൊത്തത്തിൽ ഒരു ട്രസ്റ്റ്, ഓക്കെ ഇദ്ദേഹം ഒരു ഫ്യൂച്ചർ PM ആണ് എന്നുള്ള രീതിക്കുള്ള ട്രസ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില സമയത്ത് ഉണ്ടാകുന്ന ചില ആരോപണങ്ങളും ചില വാക്കുകളും പറയുന്നതിൽ കൂടെ തന്നെ ഇദ്ദേഹം ഓരോ പ്രശ്നങ്ങളിൽ പോയിപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് മാപ്പ് പറയേണ്ടുന്ന സാഹചര്യങ്ങളോട്ട് എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓറയെ ഭയങ്കരമായിട്ട് വീക്കാക്കുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ കോൺഗ്രസ് തോറ്റിട്ടുള്ള ഇലക്ഷൻസിന്റെ നമ്പർ ഭയങ്കര കൂടുതലാണ്. NDTVയുടെ ഈ അടുത്തൊരു ഫൈൻഡിങ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, 3 ലോക്സഭാ ഇലക്ഷൻസും 60+ അസംബ്ലി ഇലക്ഷൻസും ഇദ്ദേഹത്തിന്റെ ഒരു കാലാവധിയിൽ കോൺഗ്രസിന് തോൽക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെന്നുള്ളൊരു കാര്യം.
അത് മാത്രമല്ല, ചില സമയത്ത് നമ്മളിപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, സംഭവം ശരിയാണ്, രാഷ്ട്രീയത്തിനകത്ത് സ്ഥിരമായിട്ടുള്ള മിത്രങ്ങളോ ശത്രുക്കളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്നുള്ള കോംപ്രമൈസുകൾ, പെട്ടെന്നുള്ള ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് സിറ്റുവേഷനുകൾ ഭാവിയിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനെ പോലത്തെ ഒരു നാഷണൽ പാർട്ടിക്ക് ഉണ്ടാക്കും എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ ഭയങ്കര ട്രസ്റ്റഡ് ആലി ആയിട്ടുള്ള DMKനെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മുടെ TVKയുടെ കൂടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് മറുകണ്ഠം ചാടിയതും അങ്ങനെ അവർ ട്രസ്റ്റ് ബ്രേക്കേഴ്സ് എന്ന് ഇവരെ ഉറക്കെ വിളിച്ചു പറയുന്ന സാഹചര്യമൊക്കെ കണ്ടത്. ഇതെല്ലാം സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇതെല്ലാം ഇദ്ദേഹത്തിന് നേരെയുള്ള ജഡ്ജ്മെന്റുകളായിട്ട് മാറാനേ സാധ്യതയുള്ളൂ. ഇനി ഇതല്ലാതെ നോക്കുകയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഭാവി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ്. പക്ഷെ ഭാവി പ്രൈം മിനിസ്റ്റർ ആവുക എന്ന് പറയുന്നതിനേക്കാട്ടിലും മുമ്പ് ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കാനുള്ള എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു നല്ല യൂണിയൻ മിനിസ്റ്റർ ആയിട്ടോ ഒരു CM ആയിട്ടോ ഒന്നും എവിടെയും വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് താനും. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കാണാൻ പോലും ഇന്ത്യയിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി ഇദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ ഓർത്ത് പറയേണ്ടുന്ന ചില ഇൻസിഡൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രോജക്റ്റിനെതിരായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പം ഇന്ത്യയിലെ വലിയൊരു ശതമാനം ജനങ്ങളും ഇദ്ദേഹത്തിനെതിരായിരുന്നു. കാരണം ആ ഒരു പ്രൊജക്റ്റ് അവിടെ വരേണ്ടത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കും സാമ്പത്തിക ലാഭത്തിനുമൊക്കെ വളരെ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം ജനങ്ങൾ പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില സമയത്ത് ഇദ്ദേഹം സെറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ നാരേറ്റീവ്സ് ഭയങ്കര വീക്ക് ആവാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം അദാനി അംബാനി മുതലായിട്ടുള്ള ബിസിനസ്സുകാർക്കെതിരെ പലപ്പോഴും സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ എതിരായിട്ട് വരുന്ന ചില കാഴ്ചകൾ, അത് വേറൊന്നുമല്ല, കോൺഗ്രസിന്റെ തന്നെ ചില സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിന്നീട് അദാനിയുമായിട്ട് പല പ്രോജക്ട്സിലും ടൈപ്പിലോട്ട് വരുന്ന കാഴ്ചയൊക്കെ കാണുമ്പം ജനങ്ങൾ തന്നെ ഇദ്ദേഹം തന്നെ ഇവരെ കുറ്റം പറയുന്നു, ഇദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ഇവരുമായിട്ട് ഒന്നിച്ചു പോകുന്നു എന്നുള്ള ചില സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തടക്കം കാണുന്ന കാഴ്ചകളാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ഓറ ഭയങ്കര വീക്കാണ്. അപ്പം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷനിലുള്ള എക്സ്പീരിയൻസുകൾ, ഇദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു ഇലക്ഷനിൽ ഒരു പൊസിഷൻ, ഏതെങ്കിലും ഒരു മിനിസ്റ്ററുടെ പദവിയിൽ ഇരുന്നിട്ട് ഒരു എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യം വീക്കാണ്. പാർലമെന്റിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ്, ഇതെല്ലാം നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് മുന്നോട്ട് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ അമിത്ഷാ ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്ന ചില ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീനെ ഭയങ്കര രീതിയിൽ തകർക്കുന്നതായിരുന്നു. ഇപ്പം അത് ഏതാണെന്ന് ചോദിച്ചാൽ, പല ഇമ്പോർട്ടൻറ്റ് ബില്ലുകളും പാസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്തൊന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല. ആ സമയത്ത് അദ്ദേഹം ഓരോരോ വിദേശ രാജ്യങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡേറ്റും എവിടെ പോയിരുന്നു എന്നുള്ളതൊക്കെ അക്ഷരം പ്രതി ഇങ്ങനെ പറഞ്ഞ കാഴ്ചയൊക്കെ കണ്ടത് കുറച്ച് ക്ഷീണമുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അദ്ദേഹം ഇംപ്രവൈസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മേലിൽ ജനങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വളരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരിക്കലും എനിക്ക് ഈ വ്യക്തിയോട് പേഴ്സണലി എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരാളല്ല ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ ഇന്ത്യയിലെ മറ്റെല്ലാ ആൾക്കാരും കാണുന്നത് പോലെ ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എത്രയൊക്കെ പാർട്ടികൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഭയങ്കര നാഷണലിസ്റ്റിക് ആയിട്ട് ഇരിക്കണം എന്നും, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കൂടുതൽ രാജ്യസ്നേഹമുള്ളവർ, ആരാണ് കൂടുതൽ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നവർ എന്ന രീതിയിൽ കമ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം എൻ്റെ ആഗ്രഹങ്ങളും റിയാലിറ്റിയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന്, പക്ഷെ അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ലീഡേഴ്സിനെയും, അതിപ്പോൾ ആരാണെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും അവരുടെ അണികൾ തന്നെ ഈ നേതാക്കളെ തിരുത്തേണ്ട ആവശ്യമുണ്ടെന്നും ഒക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ നേതാവ് സൂപ്പറാണ്, ബമ്പറാണ്, ഞങ്ങളുടെ നേതാവിന് തിരുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിനോടും ആ നേതാവിനോടും ഒക്കെ ചെയ്യുന്നത് കുറച്ച് വിശ്വാസവഞ്ചനയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ആരൂഹി റെഡ്ഡിയുടെ ഈ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ആരൂഹി റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു കാര്യം
ഓപ്പോസിറ്റ് പാർട്ടികൾ, ഇന്ത്യ ഭരിക്കുന്നതല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ മനസ്സിലാക്കലും തിരിച്ചറിവുകളും അതിൽ നിന്നുള്ള ഉയർന്നു വരവൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനൊന്നും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അതിപ്പം LOP പോലത്തെ പൊസിഷനിലുള്ള ആളാണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ജനങ്ങൾ നമ്മളെ എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു ഡയലോഗാണ്, തള്ളിക്കളയും. അപ്പം ആ ഒരു സ്പേസിൽ പിന്നെ പുതിയ ആളുകളെ ആയിരിക്കും വിളിച്ചവരിരുത്താൻ പോകുന്നത്. പൊളിറ്റിക്കൽ ഇന്റലിജൻസും പൊളിറ്റിക്കൽ ഓറയും ഒക്കെ ധാരാളമുള്ള നേതാക്കൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടാവട്ടെ. ആ ആളുകളെയാണ് പൊളിറ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റോൾ മോഡൽസ് ആയിട്ട് വെക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ റോൾ മോഡലിനെ കണ്ട് ആളുകൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.